ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വീണ്ടും സംഭാവന ചോദിച്ചുകൊണ്ടൊരു അഭ്യർത്ഥനയും അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു നീക്കം വന്നിട്ടുണ്ട്. എന്തായാലും സൈബർ ഇടങ്ങളിൽ അതിനെ അതിശക്തമായിട്ട് എതിർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു നയാ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തരില്ല, നിങ്ങൾക്ക് തോന്നും പോലെ ദൂർത്തടിക്കാനും നിങ്ങളുടെ സ്വന്തം കാര്യം നടത്താനാണോ ഈ ദുരിതാശ്വാസ നിധി എന്നൊക്കെ പറഞ്ഞൊക്കെ ഇപ്പം സൈബർ ഇടങ്ങളിൽ വലിയ ഒരു എതിർപ്പാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഉടനെ തന്നെ മുഖ്യമന്ത്രി ന്യായീകരണവുമായിട്ട് അങ്ങനെയല്ല, ഇത് വളരെ സുതാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ലോകായുക്തയിൽ നടന്ന കേസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾ ഒരുപാടെണ്ണമുണ്ട്. എന്തു പറയുന്നു ഈ ദുരിതാശ്വാസ നിധി വീണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അതായത് CMDRF എന്നാണ് അതിൻ്റെ പേര്, അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്നാണ്. അതിലേക്കാണ് പണം ചോദിച്ചിരിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ എതിർപ്പ് വന്നിട്ടുണ്ട്. എന്തു പറയുന്നു? 2018 നമുക്ക് പ്രളയം വന്ന സമയത്ത് ലോകമെമ്പാടുമുള്ള മലയാളികളും മലയാളികളല്ലാത്ത ആളുകളും ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ധാരാളം പണം കൊടുത്തിരുന്നു. അതിന് പലപ്പോഴും നമുക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു കണക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് 4970.29 കോടി രൂപയാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ കാശ് സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ, സമ്പന്നരായ ജനങ്ങൾ ഉൾപ്പെടെ, വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളും മലയാളികളല്ലാത്തവരും മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിൽ നിന്നൊക്കെ സഹായ വാഗ്ദാനങ്ങൾ എത്തിയതുണ്ട്. നമുക്ക് വാങ്ങിക്കാൻ പറ്റാതെ പോയതൊക്കെയുണ്ട്. ഇതിൽ 4724.83 കോടി ചെലവിട്ടു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ, അതേ ഓരോ കണക്കുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ അപ്പോൾ അന്ന് ഈ കാശ് കിട്ടിക്കഴിഞ്ഞിട്ട് കൃത്യമായി ഇതിൻ്റെ വിനിയോഗമുണ്ടായില്ല എന്നുള്ള വ്യാപകമായ പരാതി എല്ലായിടത്തു നിന്നുണ്ടാകുകയും ലോകായുക്തയിൽ ഉൾപ്പെടെ ചേട്ടൻ പറഞ്ഞതുപോലെ കേസ് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു ഇങ്ങനെയുള്ള ഫണ്ട് വരുമ്പോൾ നമുക്കൊരു വിശ്വാസ്യത അല്ലെങ്കിൽ സുതാര്യതയുണ്ട്. ഇതെങ്ങനെ ചെലവഴിക്കുന്നു, ആരൊക്കെ കാശ് തന്നു, എത്ര കൃത്യമായിട്ട് എവിടെയൊക്കെ ഇത് ചെലവഴിച്ചു. കാരണം ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിക്കുകയാണ്, അദ്ദേഹം ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ സുതാര്യത അത് അദ്ദേഹമാണത് കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹം അത് കൃത്യമായി നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ വസ്തുത അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തവണ ഈ ആളുകൾ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമുക്ക് ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കാര്യമായി സംഭാവന ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത് ഈ സുതാര്യത ഇല്ലാതെ പോയതുകൊണ്ടും കൃത്യമായി ഈ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. ഇതിനകത്ത് നമുക്കറിയാം പലപ്പോഴായിട്ട് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ പോർട്ട് ഓഫീസിന് സമീപമുള്ള ചായക്കട നടത്തുന്ന സുബൈദ അവരുടെ ജീവനോപാധി എന്നൊക്കെ പറയുന്ന ആടായിരുന്നു. ആ ആടിനെ വിറ്റിട്ട്, സാധാരണക്കാരാണ്, അവർ ആടിനെ വിറ്റിട്ട് ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയായിരുന്നു. അതുപോലെ ബീഡി തൊഴിലാളി കണ്ണൂർ കുറുവയിലെ ബീഡി തൊഴിലാളി ജനാർദ്ദനൻ അദ്ദേഹം 2 ലക്ഷം രൂപ കൊടുത്തു. ഇതൊക്കെ വലിയ വാർത്തയായി. അത് നമ്മുടെ മനുഷ്യ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, നന്മയുടെയൊക്കെ പ്രതിരൂപങ്ങളായി ഈ മനുഷ്യരെല്ലാം മാറുകയാണ്. അത് മറ്റ് മനുഷ്യരെ, ആ സഹജീവികളോടുള്ള സ്നേഹമാണ്. അത് ഒരാളെ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. അവർക്ക് മരിച്ചു പോയ ആളുകൾ, അപകടത്തിൽ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചു പോയവർ അവിടെ മരിച്ചുപോയി. പക്ഷെ പിന്നീട് ആ പ്രദേശത്ത് അവരുടെ ബന്ധുക്കളുണ്ട്, അവിടെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, ആശ്വാസമേകേണ്ടതുണ്ട്, വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ തുക ഉപയോഗിക്കേണ്ടത്. പക്ഷെ അത് എത്രമാത്രം ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഉള്ളത് കുടുക്ക പൊട്ടിച്ച്, ഈ സൈക്കിൾ വാങ്ങിക്കാൻ വെച്ചിരുന്ന തുകയെല്ലാം കൂടെ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത ഒരു പയ്യനുണ്ട്. അതുപോലെ തന്നെ ഒരു 9ാം ക്ലാസ്സുകാരി കീർത്തന, ആ കുട്ടിയും കുടുക്ക പൊട്ടിച്ച്, അവളുടെ കുടുക്ക പൊട്ടിച്ചിട്ട് കാശ് കൊടുക്കുകയായിരുന്നു. പാർവതി, അങ്ങനെ ഒരുപാട് നമ്മൾ കുറച്ച് പേരുടെ പേരുകൾ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്, ഇത് കൃത്യമായി എത്തേണ്ട ഇടങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസം. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യ സ്നേഹമാണ്. നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം, ആ കരുതൽ, നമ്മുടെ നാടിനോടുള്ള സ്നേഹം. ഒരു പ്രദേശം ഒന്നാകെ ദുരന്തത്തിൽ പെട്ടുപോകുമ്പോൾ അവരെ വീണ്ടും നമുക്ക് കൊണ്ടുവരണമെങ്കിൽ, അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനു വേണ്ടിയുള്ള തുക സംസ്ഥാനത്തിന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം ഒക്കെയുള്ളൂ എന്നുള്ളത്. പക്ഷേ ജോണ, ആ വിശ്വാസത്തിലാണ് നമ്മുടെ ആ നിധി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പറഞ്ഞ് കൊടുത്തതാണ്. അത് ആവശ്യം നേരത്തെ ജോൺ പറഞ്ഞതുപോലെ വിശ്വാസത്തിലാണ്. നമ്മുടെ ഒരു മനുഷ്യസഹകരമായ ഒരു എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ നാടിനെ വീണ്ടും കൈയുയർത്തി കൊണ്ടുവരാൻ വേണ്ടിയുള്ള നമ്മുടേതായ ഒരു ചെറിയ പങ്ക്, അതാണ് കുടുക്ക പൊട്ടിച്ച് കുട്ടികൾ പോലും കൊടുക്കുന്നത്. പക്ഷേ അത് നേരെ
ഈ ഗവൺമെൻറ് ഉപയോഗിച്ചോ? ഇത് ദുരിതാശ്വാസ നിധിയെ ദുരുപയോഗം ചെയ്തു എന്നതാണ് പല അനുഭവങ്ങളിൽ നിന്നും കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്ക് കണ്ടത്. അതുകൊണ്ടാണ് ഈ സൈബാക്രമണം വന്നത്, അല്ലേ? അതുകൊണ്ടായിരിക്കില്ലേ? അതെ, ഇത് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ആരോപണം വന്നു. അതിനെ കൃത്യമായി നമുക്ക് ഇങ്ങനെ വകമാറ്റി ചെലവഴിച്ചില്ല എന്ന് പറയാൻ തെളിവില്ലാതെ പോയി എന്നുള്ളതാണ്. ഒരു ആരോപണം വരുമ്പോൾ കൃത്യമായ തെളിവില്ല, അങ്ങനെ ഇല്ല എന്ന് അതിനെ ഖണ്ഡിക്കാൻ കഴിയണം. പക്ഷെ അത് പറ്റാതെ പോയി. അതുകൊണ്ടാണ് ലോകായുക്തയിൽ ഉൾപ്പെടെ കേസുകൾ പോകേണ്ടി വന്നു. ആളുകൾക്കൊരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതുള്ളത് കൊണ്ടാണ് ഇത്തവണ സഹായ അഭ്യർത്ഥന വന്നപ്പോൾ വേണ്ട, ഇത് ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം. അതിനകത്ത് എനിക്ക് ചില കണക്കുകൾ അറിയാം. ലോകായുക്തയിൽ വന്ന കേസ് എന്ന് പറഞ്ഞാലേ അത് ആർ ശശികുമാറും അതിൽ അദ്ദേഹമാണ് അതിന് കേസ് കൊടുത്തത്. അത് 2018 തന്നെ കൊടുത്ത കേസാണ്. 2018 അദ്ദേഹം അങ്ങനെ ഒരു ലോകായുക്തയിലൊരു ഹർജി കൊടുത്തു. ആ ഹർജി പരിഗണിക്കുന്ന അവസാനം വിധി വരുന്ന 2023 അതുവരെ ലോകായുക്ത വച്ച് ചവിട്ടി താക്കുകയാണ് ഉണ്ടായത്. അതായത് ആ ഒരു മുഖ്യമന്ത്രിയുടെ മന്ത്രി ഓഫീസും മുഖ്യമന്ത്രിയുടെയും 18 മന്ത്രിമാരുടെയും പേരിലാണ് ഹർജി കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ പേരിൽ. കാരണം ഈ മന്ത്രിസഭയോഗം തീരുമാനിച്ചാണ് കൊടുത്തിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഈ പണം എടുത്ത് കൊടുക്കണോ. ഏത് പണമെന്നറിയാമോ? ഒന്ന് ചങ്ങനാശ്ശേരിയിൽ മരിച്ചുപോയ ഒരു രാമേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന MLA മകന് അവരുടെ ലോൺ കുടിശ്ശിക അടയ്ക്കാൻ പിന്നെ ചെങ്ങന്നൂർ ഇപ്പൊ രാമേന്ദ്രൻ നായർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോൾഡ് ലോണിന്റെ അടച്ചു തീർക്കാൻ, പിന്നെ വായ്പ തുക അടച്ചു തീർക്കാൻ അതിന് വേണ്ടിയിട്ട് കൊടുത്തു. പിന്നെ അവന് ഈ മകന് ഒരു ആശ്രിത നിയമനവും കൊടുത്തു. ഒരിക്കലും പാടില്ലാത്തതാണ്, അങ്ങനെ ചെയ്തില്ല. MLA മകന് ആശ്രിത നിയമനമൊന്നുമില്ല, എങ്കിലും അത് കൊടുത്തു. ശരി, അതങ്ങ് കൊടുത്തെന്ന് വെച്ചോളൂ. പക്ഷേ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം എടുത്ത് കൊടുക്കാൻ ചിലവാക്കി. പിന്നെ ഈ NCP നേതാവ് ഒരു ഉഴവൂർ വിജയൻ, അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ അവരുടെ ചികിത്സയ്ക്കല്ല, മരണശേഷം പിന്നെ വീട്ടു ചെലവിനോ മറ്റോ അല്ലെങ്കിൽ കടം തീർക്കാനോ അങ്ങനെ പറഞ്ഞിട്ട് 25 ലക്ഷം കൊടുത്തു. കൊടിയേരിയുടെ എസ്കോട്ട് പോയ പോലീസുകാരനുണ്ട്. ആ പോലീസുകാരൻ എസ്കോട്ട് പോകുന്നതിനിടയിൽ കാർ അപകടം പറ്റി മരിച്ചുപോയി. അന്ന് കൊടിയേരി പാർട്ടി സെക്രട്ടറിയാണ്, മന്ത്രിയൊന്നുമല്ല. പാർട്ടി സെക്രട്ടറിയുടെ എസ്കോട്ട് പോയതാണ്. അപ്പോൾ മന്ത്രിയാണെങ്കിലാണ് നമുക്ക് ഭരണഘടനാപരമായിട്ട് ഒരു നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു പാർട്ടി സെക്രട്ടറി എങ്കിൽ പോലും ഗവൺമെൻറ് അയച്ച ഒരു എസ്കോട്ട് ആണ്. ആ എസ്കോട്ട് വണ്ടി മറിഞ്ഞ് ഒരു പോലീസുകാരൻ മരിച്ചു. സ്വാഭാവികമായിട്ടും ആ പോലീസുകാരന് സർക്കാർ കൊടുക്കേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ സാമ്പത്തിക സഹായം കൊടുത്തു, ആശ്രിത നിയമനവും കൊടുത്തു. പോരാത്തതിന് 20 ലക്ഷം രൂപ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തിട്ട് ആ കുടുംബത്തിൻ്റെ കടം തീർക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പരിപൂർണമായിട്ടും നഗ്നമായിട്ടും നമ്മുടെ തുകയെ, നമ്മുടെ ഫണ്ടിനെ ഈ ഗവൺമെന്റ് ദുരുപയോഗം ചെയ്യാനുണ്ടായത്. ലോകായുക്തയിൽ കേസ് വന്നപ്പോൾ എല്ലാ തെളിവും കൊടുത്താണ്. ലോകായുക്ത മനഃപൂർവ്വം വെച്ച് ചവിട്ടിയതാണ്. കാരണം ഈ വാദം കഴിഞ്ഞ് എല്ലാം പൂർത്തിയാക്കിയിട്ട് വിധി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് 3 വർഷത്തിലധികം ഈ ലോകായുക്ത എടുത്ത് മിണ്ടാതെ വെച്ചിരുന്നു. കാരണം ഈ ഗവൺമെൻറ്റിനെ, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ പേടിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഇനി എപ്പോഴെങ്കിലും വിധി വരുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ഈ മന്ത്രിസഭ ലോകായുക്തയുടെ അധികാരങ്ങളെ വെട്ടിക്കുറച്ചുകൊണ്ട് പല്ലും നഖവും പറിച്ച് കളഞ്ഞുകൊണ്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത്. ഇതെല്ലാം കേരള ജനത്തിന് അറിയാം. അപ്പോൾ ഇവരെല്ലാം ഇത്ര നഗ്നമായിട്ട് നമ്മുടെ ഫണ്ട്, ഈ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത പൈസ, ബീഡി തൊഴിലാളി നുള്ളിപ്പറക്കി വെച്ച 2 ലക്ഷം രൂപ, പാത്തുമ്മ ആട് വിറ്റ് കൊടുത്ത പൈസ, ഇതെല്ലാം ഇവരുടെ വേണ്ടപ്പെട്ടവർക്ക് കടം തീർക്കാനും അവരുടെ സൗകര്യത്തിനും വേണ്ടി എടുത്തു കൊടുത്തു. അത് മന്ത്രിസഭ തീരുമാനിച്ചു. ആ തീരുമാനത്തിനെതിരായിട്ടാണ് ആർ ശശികുമാർ ലോകായുക്തയിൽ പോയത്. ലോകായുക്ത ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട കേരളത്തിൻ്റെ ലോകായുക്ത അഴിമതി മുക്തം ആയ കേരളമാക്കണമെന്ന ഉദ്ദേശത്തോടെ സ്ഥാപിച്ച ലോകായുക്ത ഇത്രയും നഗ്നമായ അഴിമതിയും ദുരുപയോഗവും അധികാര ദുരുപയോഗവും കാണിച്ചിട്ട് വകമാറ്റി ചെലവാക്കിയിട്ട് ഈ വിധി അനുകൂലമല്ല, ഈ പിണറായി വിജയൻ അനുകൂലമായിട്ട് പ്രഖ്യാപിക്കാനുണ്ടായത്. എന്നിട്ടും പിണറായി വിജയന് ഭയമുള്ളത് കൊണ്ട് ഈ അങ്ങനെ ഒരു വിധി വന്നാൽ പോലും എനിക്ക് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്ന് അധികാരം കൊണ്ടുവന്ന് വെട്ടിക്കുറച്ചുകൊണ്ട് ഗവർണർ ഒപ്പിടാതെ കുറേ കാലം വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും അത് ഒപ്പിട്ടിട്ടില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ ലോകായുക്ത അനുകൂലമായിട്ട് വിധിച്ചു. എന്നിട്ട് ലോകായുക്ത പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഈ ഇവർക്ക് തെളിവ് നൽകാൻ കഴിഞ്ഞില്ല,
പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് കാണിച്ചത് ശരിയല്ല. മന്ത്രിസഭാ തീരുമാനം ക്രമവിരുദ്ധമായിട്ടാണ് മന്ത്രിസഭാ തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ മന്ത്രിസഭ തീരുമാനമായിട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ തെറ്റ് കണ്ടെത്തി കഴിഞ്ഞു. ലോകായുക്ത തന്നെ വിധിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിന്നെ തെറ്റ് ഉണ്ട്, അതിനകത്ത് മന്ത്രിസഭയ്ക്ക് വീഴ്ച വന്നിട്ടുണ്ട്, മന്ത്രിസഭാ നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട്, ഈ പണം ഇങ്ങനെ എടുത്തതിൽ ശരിയായ രീതി ആയിരുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് മന്ത്രിസഭയുടെ തീരുമാനത്തിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലോകായുക്ത ശ്രീ ജോസിൻ്റെ ഇതിൽ വളരെ തന്ത്രപരമായിട്ട് പിണറായിയെ രക്ഷപ്പെടുത്താനുണ്ടായി. ഇത് കേരളത്തിലെ ജനത്തിന് അറിയാം. കേരളത്തിലെ ജനം അത്ര പൊട്ടന്മാരല്ല. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തു, സൈബർ ഭാഗങ്ങളിൽ വന്നിട്ട് അവർക്ക് പറയാൻ പറ്റുന്ന അവിടെ ഉള്ളൂ. അവരവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു 5 പൈസ കൊടുക്കരുത്, ഞങ്ങൾ വേണമെങ്കിൽ നേരിട്ട് അവിടെ കൊണ്ട് കൊടുത്താളാം, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് 5 പൈസ വരില്ല എന്ന് പറയാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ അവസാനം ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട്, അതായത് പറയുന്നത് മന്ത്രിമാരുടെ ശമ്പളം, ജനപ്രതിനിധികളുടെ ശമ്പളം അത് കൊടുത്തോട്ടെ, ആദ്യം അത് കൊടുത്തിട്ട് അപ്പോൾ ആ ദുരിതാശ്വാസ നിധിയിൽ അത് കൊടുക്കട്ടെ. അതിനുശേഷം ജനങ്ങൾ അവരുടെ തുക വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് അവിടെ അവർ ചെയ്തോളാം എന്ന്. അപ്പം ജനത്തിൻ്റെ ഒരു മനസ്സിലുള്ള ഒരു എന്താണ് അവരുടെ ഒരു അഭിപ്രായമാണ് സൈബർ ഇടത്തിലൂടെ അവർ പ്രകടിപ്പിക്കുന്നത്. ശക്തമായ പ്രതിഷേധം എന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി സുതാര്യത, ഏത് ഗവൺമെൻറ് വന്നാലും ഇത്തരം ഫണ്ടുകൾ വരുമ്പോൾ അത് കൃത്യമായി ദുരിതാശ്വാസ നിധിയുടെ ഫണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരം നമുക്ക് നിരന്തരം ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഒരു 50% പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണെന്നാണ് ഇന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഏത് നിമിഷവും ഈ ഫണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന ഫണ്ടാണ്. അത് വകമാറ്റി ചെലവഴിക്കപ്പെടേണ്ട ഒരു ഫണ്ടല്ല എന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിയണം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അവസാനം സംഗതി അപകടമാണെന്ന് മനസ്സിലായതുകൊണ്ട് ഉടൻ, സാധാരണ ഇങ്ങനെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി മിണ്ടുന്നതല്ല, നമുക്കറിയാമല്ലോ കഴിഞ്ഞ 10 വർഷമായിട്ട് മുഖ്യമന്ത്രിയുടെ സ്വഭാവം മിണ്ടുന്നതല്ല. പക്ഷെ ഇപ്പോൾ ചാടികൂട്ടി പറഞ്ഞിരിക്കുന്നു, അങ്ങനെയൊന്നുമില്ല, സുതാര്യമാണ്, ഇതാ ഇത്ര രൂപ വന്നു, അത്ര രൂപ വന്നു, കണക്കുകളൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി അങ്ങനെ കണക്കുകൾ പറയുമെന്ന് ചെയ്യില്ല. ഭരണമാർ പറയട്ടെ, ഇനി പോലീസ് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ആ ഒരു തരത്തിലുള്ള ആളായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പം മാറി, അദ്ദേഹം ഉടനെ തന്നെ മാറി വന്നിട്ട് പറഞ്ഞു, ഇല്ല നമ്മൾ സുതാര്യമാണ്, ഇത്ര രൂപ വന്നിട്ടുണ്ട്, ഇത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ആ കണക്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മൾ ടോക്ക് നീണ്ടുപോകണമെങ്കിലും പറയാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ പിന്നെ കുടുംബശ്രീക്ക് വേണ്ടി മാറ്റിവെച്ച ഇത്ര രൂപ, വേറെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഇത്ര രൂപ, ഭവന നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ച ഇത്ര രൂപ മാറ്റിവെച്ചെന്നാണ് പറയുന്നത് കണക്കിൽ. അവിടെയാണ് ഈ ചെലവായ കണക്ക് അദ്ദേഹം പറയുന്നത്. അവിടെയും ജനങ്ങളുടെ മുന്നിൽ ഒരുതരം ഈ ജനത്തിന് ഒരുതരം പിന്നെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള മൂടിക്കൊണ്ടുള്ള ഇങ്ങനെയൊക്കെ തന്നെ ജനം എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. എങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് വിശദീകരണം പറയേണ്ടി വന്നിരിക്കുന്നു. പിണറായിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് വിഷയം വന്നിരിക്കുന്നു എന്നതും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടാണ്.